ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സെർവർ കയറിയിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ബെയർബോണാണ് ഇത് യൂസ് ചെയ്തത്, ടെക്സ്റ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ചെറിയ ഷെയ്ഡർ ഉണ്ട്, പിന്നെ വലുതായിട്ടൊന്നുമില്ല, ഒരു ബട്ടൺ ഇൻവിസിബിൾ ഡാർക്കിൻ്റെ ഇത്. ഓക്കെ, അതാണ് ഇന്നത്തെ മെയിൻ ഷെയ്ഡേഴ്സ്. സോ ബ്രീഡർ ആക്കലാണ് ഇന്നത്തെ ഗോൾ. രണ്ടെണ്ണത്തിനെ കണ്ടില്ല, അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഗൈസ് ഞാൻ 5 കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ചത്തു. ഞാൻ രണ്ടെണ്ണം കൊണ്ടുവന്നെയാണ്, എല്ലാം ചത്ത് ലാസ്റ്റ് ബാക്കി വന്ന രണ്ടെണ്ണമാണ് ഇതും കൂടി ചത്ത ഞാൻ ഈ പ്ലാൻ ഇവിടെ വെച്ച് നിർത്തും. ഓക്കെ, ഉറപ്പാണ്, എനിക്ക് പറ്റില്ല. ഞാൻ ആ വില്ലേജിൽ തന്നെ പോയിട്ടൊരു ബ്രീഡർ സെറ്റാക്കും. അതേ എനിക്ക് നടക്കും. പിന്നെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ ചെയ്യില്ല ബ്രീഡർ ആക്കാൻ. സോ ഫസ്റ്റിൻ്റെ ഗെയിമിൽ കുറച്ച് ഫെൻസ് വെക്കുക, എന്ന് വെച്ചാൽ ഏർലി ഗെയിമേഴ്സിനൊക്കെ ഇതായിരിക്കും ബെസ്റ്റ്. എൻ്റെ വീടായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കാര്യമാക്കിയിട്ടൊക്കെ ചെയ്യാൻ ഈ റിസോഴ്സൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഭയങ്കര പണിയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഹാർഡ് കോർ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഹാർഡ് കോറിൽ ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വില്ലേജിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കുഴി ഇതാക്കി അവിടെ തന്നെ ഒരു ബ്രീഡർ പോലെ സെറ്റാക്കിയിട്ട് കളിക്കരുത്. അതിൻ്റെ ഇടയിൽ ചത്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഹാർഡ് കോർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഫെൻസ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഫെൻസൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ. ഓക്കെ, അവിടെ ഫെൻസാക്കാൻ വലിയ പണിയില്ലല്ലോ. ഓക്കെ, അതാണ് ഞാൻ പറയാൻ കാരണം. സോ ഗൈസ്, നമുക്ക് ഏതായാലും ഇത് തുറന്നിടാം. നമുക്ക് ഉള്ളിലേക്ക് കൂടി വലിക്കാം അവരെ. ഓക്കെ, ലീഷ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഏർലി ഗെയിമേഴ്സിന് ഇത് വരുന്നില്ല ഗൈസ്. ഓക്കെ, ഏർലി ഗെയിമേഴ്സിന് ഇതിപ്പം ലീഷ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബോട്ട് എടുത്ത് ഓടിച്ച് വന്നാൽ മതി, അതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ ജസ്റ്റ് പില്ലർ ചെയ്യാം. ലീഷ് കിട്ടും ഗൈസ്. വാണ്ടറിങ് ട്രേഡർ ഭയങ്കര സ്പോണിങ് ആണ്. ഇപ്പോൾ 1.21 ഇല്ല വരാല്ല. എൻ്റെ വേൾഡിൽ തന്നെ കുറേ ആയി വാണ്ടറിങ് ട്രേഡർ ഭയങ്കരമായിട്ട് സ്പോൺ ചെയ്യുന്നുണ്ട്. ഒരുത്തനൊക്കെ ഒന്ന് നിർത്താൻ വരും. അപ്പോൾ ലീഷിന് വലിയ ക്ഷാമം വരും തോന്നുന്നില്ല. വന്നാൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് ഏതായാലും ഇവന്മാർ വീടൊന്ന് ഫുൾ ബെഡ് വെച്ച് സെറ്റാക്കാനുണ്ട്. സോ അതും കൂടി കാണിച്ച് ഞാൻ ഇതാക്കുന്നില്ല. ഒരു ഗൈസ് പരട്ട സോംബി വരുന്നുണ്ട് ഗൈസ്, അതിനെ കൊല്ലണം. എൻ്റെ ഇവന്മാരെ അയ്യോ സോംബി കൊല്ലല്ലേ. സോംബി ഇല്ല, എന്നെ കൊന്ന വില്ലേജിൽ കൊല്ലല്ലേ. ഞാൻ 15 പ്രാവശ്യം കൊണ്ടുവന്നേ വരാ. ഓക്കെ, 5 പ്രാവശ്യം 15 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം ഒരു 2 കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല. ഓക്കെ ഗൈസ്, നൗ ബ്രീഡർ സെറ്റാക്കാണ്. സോ നമുക്ക് ഏതായാലും ബെഡ് വെക്കണം. അത് നമ്മൾ വൂൾ എവിടെയുണ്ട്, പിന്നെ കുറേ വൂൾ നമുക്ക് വില്ലേജിൽ നിന്ന് എടുക്കാം. അവർ വർക്ക് സ്റ്റേഷനും പൊട്ടിച്ചിട്ട് വരാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ അവരെ വർക്ക് സ്റ്റേഷനും ബെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻവെൻറ്റർ നോക്കാം. അവരുടെ വർക്ക് സ്റ്റേഷൻ ആൻഡ് ബെഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ക്യാരറ്റും കൂടി എടുക്കാം. എന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പം ക്യാരറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. ഓക്കെ, വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഞങ്ങളുടെ ഒരു ഡിസ്പെൻസർ കാരണം വെച്ചായിരുന്നു, പക്ഷേ അതിനെക്കൊണ്ട് ഒരു യൂസും ഇല്ല ഗൈസ്. അവിടെ ഇൻവെൻട്രി ഫുള്ളാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇൻവെൻട്രിയിലെ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ എന്നൊക്കെ അറിയില്ല. നമ്മൾ ഫുള്ള് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെയൊക്കെ മോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുണ്ട്, അതും കൂടി എടുക്കും. ഓക്കെ, അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടത്തെയും കൂടി എല്ലാം ഒന്ന് വിളവെടുക്കാം. ഇവിടെ ഇൻവെൻട്രി ഫുള്ളായി. അങ്ങോട്ടേക്ക് പോകുന്നു നമ്മൾ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെടുക്കുന്നു. ഗൈസ് നമുക്ക് സാധനം കേട്ടോ. ഓക്കെ, നൗ ആഫ്റ്റർ ഗൈസ് വീണ്ടും നമ്മൾ വന്നു, വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, വെള്ളം ഒഴിച്ചു, വെള്ളം വിട്ടു. ഓക്കെ, ഒന്നുകൂടി നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഗൈസ് ഞാൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ ഇടയിൽ എൻ്റെ വോയിസൊക്കെ പോയി സെറ്റായില്ല, അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നതിനെ വീണ്ടും എടുത്ത് ആക്കിയത്. സോ അതും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഗൈസ് ഇവിടെയും പോയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതും കൂടി പൊട്ടിച്ച് കളയാം. സോ ഗൈസ് ഞാൻ ഇതും കൂടി പൊട്ടിച്ചു. അവിടെ ഫാമിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാരറ്റിന് ആവശ്യം വരും, അതുകൊണ്ടാണ്. അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബെഡ് വെക്കുക എന്നതാണ്. ഓക്കെ, നമ്മൾ ആവശ്യത്തിനാണെങ്കിൽ ബെഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, ഫ്ലെക്സിങ് ടേബിൾ നമുക്ക് ഒരു വർക്ക് കൊടുക്കേണ്ടായിരുന്നു, അതിനാണ് ഫ്ലെക്സിങ് ടേബിൾ. ഓക്കെ, അതെന്താവുകയും നമുക്ക് തുള്ളിയോ താഴത്തേക്ക് ഇറങ്ങിയോ ഇല്ല ഗൈസ്, പറ്റുന്നില്ല ഗൈസ്. പശു എന്താ, നമുക്ക് തൽക്കാലം ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് കയറാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബെഡൊക്കെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട്. ബെഡ് ഭയങ്കര ലാഗായിരിക്കും വെക്കുന്നത്. ഗൈസ് ഈ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്കിലും റീപ്ലേ മോഡും ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ഏതായാലും ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ഇതുകൊണ്ട് വെച്ച് നമ്മൾ എല്ലാ ബെഡും കഴിഞ്ഞു. പശുവിൻ്റെ നമുക്ക് ഏതായാലും ഈ ബെഡ് എടുത്തിട്ട് മുട്ടിച്ചിട്ട് തന്നെ വെക്കാം. വെറുതെ ഇതിനകത്തോട്ട് ഗ്യാപ്പ് വെക്കണ്ട, എന്തിനാ വെറുതെ ആ ബെഡ് കിടക്കുന്ന ഫീലായാലും. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിനൊരു ഗ്യാപ്പ് വെക്കാണ്ട് നമുക്ക് അവിടെ വെക്കാം. അതിനു മുമ്പ് ഗൈസ് ഞാൻ താഴെ 2 ബെഡ് ഉണ്ട്, അതെടുക്കാം. അവരെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും ലിങ്ക് ആയിട്ടുണ്ടാവാം. ഇതൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം ഗെയിമിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ലിങ്ക് ആയിട്ടുണ്ടാവും രണ്ടും. ഞാൻ ഇവിടത്തേക്ക് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഇത് അവരെ കൊണ്ടുവരാൻ പെട്ട പാടാണ്, അവിടെ ഫുള്ള ബ്ലോക്സ് ആണ്. നമുക്ക് പിന്നെ ഞാൻ മാറ്റിക്കോളൂ, അത് മാറ്റുന്നൊന്നും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് തൽക്കാലം. ഓക്കെ, ഐ തിങ്ക് നൈറ്റായിട്ട് വന്നിട്ട്
സോ നൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏതായാലും നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അതിന് മുമ്പ് എന്ത് ചെയ്യാം, ഇവന്മാരൊന്ന് പൊട്ടിച്ചു വിടണം ഇവിടെ നിന്ന്. ഓക്കെ, ഇവന്മാരെ പൊട്ടിച്ചു വിടലാണ് ടാസ്ക്. ഓക്കെ, നമുക്ക് വാതിലൊക്കെ അടക്കാം. ഓക്കെ, എൻ്റെ ഹാക്സ് കൂട്ടി കേസ് തേങ്ങ. ഓക്കെ, സോറി ബ്രദർ, ചത്തേക്കല്ലേ, ചത്താനൊക്കെ ചെയ്യില്ല. എടാ എങ്ക പോന്നടാ മുത്തേ, കാല് പിടിക്കുക എടിക്കീനു. ഒരുത്ത നല്ല ഗുഡ് ബോയ് ആയിട്ട് കടന്നു ഉറങ്ങി. ഒന്ന് പോയി ഉറങ്ങടാ കാലമാടാ. ഓക്കെ ഗൈസ്, ശിവന്മാർ ഉറങ്ങി. ഈ തക്ക നോക്കി നമുക്ക് ഇവിടെ ഫുള്ള് ബ്ലോക്ക് വെക്കാം. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഗൈസ് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ്. ഇല്ല പറയാല, വെക്കുമ്പോൾ സൂക്ഷിച്ചോളാം. ആ ബോട്ട് അവിടെ ഒരു സേഫ്റ്റിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെക്കുന്നവൻ സൂക്ഷിച്ചോളാം, ബിക്കോസ് വെച്ചിട്ടായിരിക്കും പണി വാള. ഓക്കെ, എൻ്റെ നൈറ്റ് ആയതുകൊണ്ട് അവിടെ അവർ പോയി കടന്ന്, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ അവരെ പുറകെ വീണ്ടും ഓടേണ്ടി വരുമായിരുന്നു. സോ നമുക്ക് ഏതായാലും കുറച്ച് നെതർ റാക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ ടീമിലുണ്ട്. അതൊക്കെ ഇവിടെ വെച്ച് സെറ്റാക്കാം. ഓക്കെ, അതൊന്നും കാണിക്കുന്നില്ല, ഭയങ്കര ലാഗായിരിക്കും. വീണ്ടും ലാഗ് നിങ്ങൾക്ക് വീഡിയോ ലാഗാക്കും. സോ ഗൈസ്, നമുക്കൊരു ബെഡ് ഇടാം, നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം, തച്ചാം. ഓക്കെ, സ്ലീപ്പ് ചെയ്യാം. സ്ലീപ്പ്. നമ്മളങ്ങനെ 167 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 167 ദിവസം. അയ്യോ എടീ, ഇവന്മാരൊരു ചൊറ പിടിച്ച ടീമാട്ടാ. സത്യം പറ, തച്ച് കൊല്ലാൻ തോന്നുന്നുണ്ടീനല്ലോ ഭയങ്കര. നമുക്ക് ഏതായാലും ഇതൊന്ന് ഫുള്ള് നീട്ടണം, അതേ നടക്കൂ ഗൈസ്. നല്ലോണം നീട്ടി സെറ്റാക്കിയില്ലെങ്കിൽ ഇവന്മാർ വീണ്ടും ഇവിടെ നിന്ന് ചാടും. അതെനിക്കത്ര പിടിക്കില്ല മക്കളെ. ഞാൻ പെട്ടു ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഈ ബോട്ട് ഏതായാലും നമുക്ക് പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. എന്തും തരാം. ഓക്കെ, പിക്കാക്സിൻ്റെ ലൈഫ് ഓർ ഈ ബോട്ട് ഓടിക്കുമ്പോൾ തന്നെ കുറച്ച് ടോർച്ച് ചെയ്യാം. എനിക്കൊന്നും കഴിയില്ല വെറുതെ സോംബിനും സ്പോണാക്കാൻ. ഓക്കെ, ഫോർ സേഫ്റ്റി ഗൈസ് നമുക്കൊരു ഇതൊക്കെ ഇത് പൊട്ടിച്ചേക്കാം. ഇതിവിടെ ആവശ്യമില്ല ഗൈസ്. ഇതുവഴി തുള്ളാൻ പറ്റുമോ ഗൈസ്? ദിസ് ഈസ് ഫെൻസ്. ഞാനത് ഓർത്തില്ല ഗൈസ്. എന്തു ചെയ്യും അല്ലയ്യ, നമുക്കൊരു ഐഡിയ ചെയ്യാം. ഇതവിടെ ഇരിക്കട്ടെ. ഈ ബ്ലോക്ക് എന്നാൽ ഇവിടെ തന്നെ വെക്കാം. ആഫ്റ്റർ റേസ് നമുക്ക് ഏതായാലും ഈ ബ്ലോക്ക് പൊട്ടിക്കാം. സ്പീഡിൽ അങ്ങോട്ടേക്ക് നടക്കുന്നു, വേഗം വരുന്നതിന് മുമ്പ് അടക്കുന്നു. ഇനി വരൂലായിരിക്കും, എന്നാലും നമുക്ക് സേഫ്റ്റിക്ക് അതും കൂടി വെക്കാം. ഓക്കെ, നൗ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് ഫുള്ള് നീട്ടണം. ഓക്കെ, നമുക്ക് നീട്ടിയിട്ട് കാണാം. നീട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പം എല്ലാവരും പറയാൻ മറന്നൊരു കാര്യമാണ്, ഞാൻ നീട്ടുന്ന സമയം കൊണ്ടൊന്ന് ലൈക്ക് അടി, ഷെയർ അടി, സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നും നോക്കാനല്ല മക്കളെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ പൊട്ടാറ്റോ ഞാൻ മേലെ ഫാം ചെയ്തതാണ്. ഞാൻ ഇവരെ വില്ലേജിൽ തന്നെ തോന്നുന്നു പൊട്ടാറ്റോ എടുത്തുകൊണ്ട് വന്നത്. ആ പൊട്ടാറ്റോ ആണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ. ഇവന്മാർ വീണ്ടും ഇറങ്ങിപ്പോയിട്ടാണ് ഞാൻ രണ്ടാമതാവ് ഇത് ബോട്ടിലെടുത്തിട്ടേ വരാം. ഓക്കെ, എടാ ഇത് ഇങ്ങനെ നോക്കി നടക്കുക. ഇതെന്താ ചോറ? ഓക്കെ, അവന്മാരിപ്പം ബോട്ടിലായതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾക്ക് തുറക്കാനായിട്ട് ഒരു ഇതുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഏതായാലും ഈ ബെഡും കൂടി പൊട്ടിച്ചേക്കാം. എന്നുവെച്ചാൽ വെറുതെ റിസ്ക് എടുക്കാൻ കഴിയില്ല. ആ ബെഡ് അവിടെ വെച്ചിട്ട് അതിനായിട്ട് എന്തെങ്കിലും ബഗ് അടിച്ച് അവരെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിട്ടും പണി കിട്ടുമോ അറിയില്ല. സോ ഈ ബെഡ് എടുത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ലിങ്ക് ആവുന്നോ ലിങ്ക് ആയിക്കോട്ടെ, അതിൽ എനിക്ക് സീനില്ല. ഓക്കെ നൗ ഞാൻ പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഫ്ലെച്ചിങ് ടേബിൾ വെക്കണം. ഞാൻ ഫ്ലെച്ചിങ് ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, 2 ഫ്ലെച്ചിങ് ടേബിൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയതാണ് ഗൈസ്. ഓക്കെ, ഫ്ലെച്ചിങ് ടേബിളും കൂടി വെച്ചാൽ അവർ വർക്ക് എടുക്കും. ഓക്കെ, വർക്ക് എടുത്തു. യെസ് ഗൈസ്, 2 ആൾ വർക്ക് എടുത്തിട്ടുണ്ട്, അത് നൈസായിട്ടുണ്ട്. സോ ഞാൻ ഇനി ഫുള്ള് എന്ത് ചെയ്യണം, ഇത് നീട്ടണം. ഏതായാലും നമുക്കിത് എക്സ്പെൻഡ് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, എക്സ്പാൻഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് ചെയ്തിട്ടുണ്ട്. സോ 2 വൂളെടുത്തിട്ട് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഇതിനുള്ളിൽ കയറാൻ. നമുക്കിനി ഏതായാലും ഈ ബെഡ് ഒട്ടിച്ചൊന്ന് സെൻറ്ററിലിടാം, അതിന് ശേഷം കാണാം. ഓക്കെ ഗായ്സ്, ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ബെഡ് ഒട്ടിച്ച് സെൻറ്ററിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ബ്രീഡ് ഗൈസ്. അപ്പോൾ 12 തോന്നുന്നു, 12 ഗൈസ്. ഈ ഇവന്മാർക്ക് വെറും ഇവിടെ പണിയെടുക്കാമെന്നില്ല ചിന്തയിലും. പക്ഷേ എന്നെ പോലത്തെ മടിയനല്ല ഗൈസ് ഇവർ. നമുക്ക് ഏതായാലും ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. പിന്നെ 12 ക്യാരറ്റ് ബ്രെഡാണെങ്കിൽ എത്ര 4 2 4 4 8 12 4 കൊടുക്കണ്ടു. ഓക്കെ, ബ്രെഡിന് 4 പോയിൻ്റ് വരും. ഈ ശിവന്മാരൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത്, ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഗൈസ്. ഐ തിങ്ക് ഇങ്ങനെ ഫ്ലെച്ചർ ആക്കിയോണ്ടായിരിക്കും ഈ ചോട. സോ ഈ ഫ്ലെച്ചിങ് ബോക്സ് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, കാലമടാ ഗൈസ്. നൈസ്. ഫ്ലെച്ചറിൻ്റെ ഇത് നമ്മൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ വില്ലേജറുടെ ബ്രീഡിന് ശേഷം ഫ്ലെച്ചറാക്കാം. ഓക്കെ, അത് സീനിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു അടുത്ത് ഗൈസ്. നമുക്കേതായാലും ഇനി ജസ്റ്റ് 2 കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം കാണാം. സോ ഗൈസ്, ഞാൻ 2 കമ്പോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്.
അതോടൊപ്പം ഞാൻ ഇവിടെ സൈഡിലുള്ള പ്ലാങ്ക്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവന്മാർ ചാടുന്ന കേസ് അതൊക്കെ പറയാൻ മറന്നതാണ്. നമുക്ക് ഏതായാലും ഈ കമ്പോസ്റ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കാം. ദാറ്റ്സ് സോ കൂൾ. ഓക്കെ എടാ എന്താടാ ഓക്കെ ഒരുത്ത ലിങ്കായി, മറ്റൊരുത്ത ലിങ്കായില്ല കേസ്. എടാ ഒരു വില്ലേജറായടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു വില്ലേജറായി കേസ്, ഒരു വില്ലേജറായി. ഓക്കെ ജോബ് മാറ്റുമ്പോൾ ഒരു വില്ലേജറായി സാറില്ല. നമുക്ക് ഏതായാലും ഇപ്പോൾ ഇത് മിസ്പ്ലേസിങ് ഈസ് വെരി വെരി ചിത്രം ഗൈസ്. ആ കുഞ്ഞ് വില്ലേജറിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മേലെ കൂടി തുള്ളിയിട്ടില്ല. തുള്ളിനെ അവനെ കൊന്നേനെ ഞാൻ. ഇന്നൊരു കൊലപാതകം നിങ്ങൾ കണ്ടേനെ. ഓക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ സെറ്റ്. ബ്രീഡാവുന്നുണ്ട് നത്തിങ്. ഈ ഒരുത്തനെ ബ്രീഡായാലും ഇത്ര സമയത്ത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ പെട്ട്. ഓക്കെ നമുക്ക് ഏതായാലും ഇത് ബ്രീഡാണെങ്കിൽ കുറച്ച് ക്യാരറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിനെ കയറാം. ഓക്കെ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ കുറച്ച് ക്യാരറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ ഫുഡ് കുറച്ച് അടിക്കട്ടെ, നടക്കത്തില്ല ഫുഡ് അടിക്കാണ്ട്. ഓക്കെ ഹെവി ഗോ ഗൈസ്. നമ്മളെ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. സ്റ്റോറേജിൽ നമുക്ക് ഇനി അടുത്ത ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട്. ഓക്കെ സോ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചവറ് സാധനങ്ങളുണ്ട്. എൻ്റെ ഇൻവെൻറ്ററിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണമായിരുന്നു. ഞാൻ പിന്നെ സൈഡിലത്തെ ബാരലെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ആ ലൊട്ടകൾ ബാരലെല്ലാം പോയിട്ടുണ്ട് വർക്ക് പിടിക്കുന്നത് തേങ്ങ. വീട്ടിൻ്റെ ഉള്ളിലത്തെ ബാരൽ ഞാൻ അവർ കാരണം പൊട്ടിച്ചു. ഒരു സേഫ്റ്റിക്ക് നമുക്ക് ഇവിടെ ഒരു ഫാം ആക്കി കൊടുക്കാം അവർക്ക്. എന്ന് വെച്ചാൽ അതായിരിക്കും കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാം. ജസ്റ്റ് ഹോ ചെയ്തിട്ട് അതിന് ശേഷം കാണാം. സോ ഗൈസ് ഒരു പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാമാക്കി കുറച്ച് ക്യാരറ്റും കൂടി കൊടുത്തപ്പോഴത്തേക്കും സോ ബ്രീഡായിട്ടില്ല, നേരെ ഫാമിങ് സ്റ്റാർട്ട് ചെയ്തു. പണിയെടുക്കാന്നേ തീരുമാനമുള്ളൂ കേസ്. ഇവർക്കൊന്നും ബുദ്ധിയില്ലേ, പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുകയല്ലേ നമ്മൾ. ഇത് നേരെ പട്ടിപ്പണിയെടുക്കുക. വർക്ക് വെച്ചതിന് ശേഷം മറ്റോണ്ട് വർക്കിൻ്റെ വില കയറി കിടക്കുന്നത്. ഓക്കെ ഈ ടോർച്ച് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഈ ലൈനും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കാം ഇവർക്ക്. അതായിരിക്കും സോ ഗുഡ്. ഇത് സോ ഗുഡ്. അതോ സോറി വില്ലേജർ, സോറി കുഞ്ഞു ഭാവ. ഓക്കെ നമ്മൾ അവിടെയും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, അവിടെ പ്ലാൻ ചെയ്തോട്ടെ, നോ വറീസ്. ഓക്കെ ആഫ്റ്റർ സം ടൈംസ് ഇവർ ബ്രീഡ് ആവുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ക്യാരറ്റ് കൊടുത്താവുമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈമേൽ കുറച്ച് ക്യാരറ്റ് എറിഞ്ഞു കൊടുക്കാം. അവിടെ ഒന്ന് ബ്രീഡാ, അവിടെ എന്തിടാ ഞാൻ നോക്കുന്നുണ്ടാ നിങ്ങൾക്കെല്ലാം കുഴപ്പം. ഞാൻ നോക്കുന്നില്ല നടക്കുന്നില്ല മക്കളെ, നടക്കുന്നില്ല ഗൈസ്. ഹേർട്ട് ഹൃദയം ഹൃദയം ഹൃദയം. ഓക്കെ ഗൈസ് ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് വർക്ക്. ഡൺ അല്ല ഇറ്റ്സ് വർക്ക്. ഓക്കെ ഡണ്ണുമാണ് വർക്കുമാണ്. ഓക്കെ വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ അപ്പം 2 ബേബി വില്ലേജർ. ഇല്ലടാ എടാ 2 ബേബി വില്ലേജർ കണ്ടില്ലേ. വേർ ഈസ് അനദർ ഗൈ. എമറാൾഡോ എന്നാ നോക്കട്ടെ, ട്രേഡ് നോക്കട്ടെ. ലാഭമില്ലാതെ നമുക്ക് എടുക്കാം. 22 ക്യാരറ്റിന് ഒരു എമറാൾഡ്. ഇറ്റ്സ് ഗുഡ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു 4-5 ആക്കാം. എന്ന് വെച്ചാൽ ഒരു ബിഗ് എമറാൾഡ് ഫാം, സോറി എമറാൾഡ് ഫാമാ വേടാ, ക്യാരറ്റ് ഫാം ഉണ്ട്. സോ നമുക്ക് അത് കൊടുക്കണം. ഇത് നമുക്ക് വേണ്ട, എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാം. നീ എടുത്തോ. എനിക്ക് ബ്രീഡർ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. ബ്രീഡർ സെറ്റായാൽ നിന്നോട് ഞാൻ ട്രേഡ് ചെയ്യും ഉറപ്പ്. ഓക്കെ എടാ ഈ കമ്പോസ്റ്റിൽ ഡേർട്ട് വെച്ചിട്ടാണ് ഇത് ഫില്ലാവില്ലേ? അതൊന്ന് നോക്കാമല്ലോ. ആവുന്നില്ല. സോ ദാറ്റ്സ് റോങ്. ഐ തിങ്ക് സീഡ് ക്യാരറ്റോ പൊട്ടാറ്റോ അങ്ങനത്തെ തന്നെ സാധനം എടുത്തിടേണ്ടി വരും. ഓക്കെ നമുക്ക് ഓക്കെ ഗൈസ് ഇറ്റ്സ് വർക്ക്. ഓക്കെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ നോക്കുന്നോണ്ടാകുമ്പോൾ അതിന് കുഞ്ഞി സ്പോണാകത്തെ കുണുവാവ. ഓക്കെ ഗൈസ് 2 ഓക്കെ ഗൈസ് ഇത് ഇപ്പം ഇനി സെറ്റ്. ഓക്കെ വീണ്ടും ഹൃദയം കാണുന്നുണ്ട്. ഓക്കെ നമുക്കിനി ഏതായാലും നമ്മുടെ താഴത്തെ ക്യാരറ്റ് ഫാമിൽ പോയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ക്യാരറ്റ് എടുക്കാം. ഓക്കെ അതിന് മുമ്പ് ഗൈസ് ഇത് വർക്കിംഗ് തന്നെയാണ്. ഓക്കെ അങ്ങനെ ബ്രീഡർ സെറ്റാണ്. നമുക്ക് പോയി ക്യാരറ്റ് എടുത്തതിന് ശേഷം കാണാം. സോ ഗൈസ് ഞാൻ ക്യാരറ്റ് എടുത്തു വന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ 71 നൈറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ദിവസം വേഗം പോകുന്നല്ലേ, ഞാൻ കുറേ നൈറ്റ് ഉറങ്ങുന്നൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദിവസം പോകുന്നത് മനസ്സിലാവാത്തത്. സോ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു ബ്രീഡർ സെറ്റായ ഞാൻ നിന്നോട് ട്രേഡ് ചെയ്യുമെന്ന്. അവിടെ ഒന്നാ ട്രേഡ് ചെയ്യാൻ കരുതി. ഞാൻ 2 സ്റ്റാർ കോൾ ഉണ്ടല്ലോ. ഇല്ല ഗൈസ്. ഓക്കെ അതെന്തോ ഇതായിരുന്നു, ഞാൻ ഒരിക്കലും കൂടി ഞെക്കണ ആളാം. ഓക്കെ നമ്മൾ വാക്ക് വലിച്ചിട്ടുണ്ട്. അവനടുത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 എമറാൾഡ് കിട്ടി. നമുക്കിനി ഇപ്പുറത്തെ അവനടുത്തും ട്രേഡ് ചെയ്യാം. ഓനിക്ക് വിഷമാവണ്ട ക്യാരറ്റ് കൊടുത്തിട്ട്. ഓക്കെ ഗൈസ് ഇവൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ല, വീറ്റ് കൊടുത്തിട്ട് നഷ്ടമാണ് ഗൈസ്. 20 വീറ്റിനല്ലോ. ഓക്കെ നമ്മൾ ഇവനോട് തന്നെ ബാക്കിയിലെ ക്യാരറ്റും കൂടി കൊടുക്കാം. ബാക്കി ഒരു 9 ക്യാരറ്റായിട്ടും ലെഫ്റ്റ് വരും തോന്നുന്നു. ഓക്കെ നോക്കാം. ജസ്റ്റ് ലെഫ്റ്റ് ഒരു 9 ക്യാരറ്റ്. ഓക്കെ ഇവിടെ 3-4 വില്ലേജർ ആയിട്ടുണ്ട്. ഓക്കെ 9 വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡൗട്ടില്ല, നമുക്കൊന്ന് ക്ലിയർ ചെയ്തേക്കാം ഈ വീഡിയോയിൽ. ഓക്കെ എൻ്റെ ഭയങ്കര കൂടുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും സെറ്റാക്കാം. ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം, സെറ്റാകുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഗൈസ്. ഞാൻ ജയിച്ചു. ഓക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ.
എടാ 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 ഇങ്ങനൊന്നും ചെയ്തൂടാ. ഞാനാ ഓണറിൻ്റെ മുമ്പ് ഇങ്ങനത്തെ അയ്യേ വൃത്തികേട്. ഞാൻ പോകുന്നു, എനിക്കിതൊന്നും കണ്ടിട്ട് കാണില്ല. ഓക്കെ സ്കാറ്റൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ആ വീഡിയോ. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും ഒന്ന് വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എപ്പം പറയുന്ന ഒരു ഡയലോഗിനാണ്. സോ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ ബൈ.